അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി ഇരിക്കുകയാണ്. നമുക്ക് ഗേറ്റ് നമ്പർ 40 മാലിക്ക് 1 മണിക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ചെക്കിനെല്ലാം കഴിഞ്ഞു. ഞങ്ങളിവിടെ ഇരിക്കുന്നു, വെയിറ്റിംഗ് ഫോർ ഫ്ലൈറ്റ്. പക്ഷെ ഇവിടെ കിട്ടില്ല കേട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ ഫ്ലൈറ്റ്സൊക്കെ നിർത്തിയിട്ട് നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇനി ഞങ്ങൾ വന്ന ഭയങ്കര മഞ്ഞാണ് പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ പിന്നെ വേറെന്താ, ഇനിയൊക്കെ മാലിയിൽ പോയിട്ട് കാണാൻ കേട്ടോ. മാലി വിശേഷം. പക്ഷേ എനിക്കവിടെ പോയിട്ട് സിമ്മ് കട്ടാവും, വേറെ ഇതല്ലേ, അതുകൊണ്ട് സിമ്മ് കട്ടാകുമ്പോൾ വൈഫൈ കിട്ടുമ്പോൾ മാത്രമേ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്തായാലും നാട്ടിൽ വന്നിട്ടായിരിക്കും നടക്കുന്നത്. പറ്റും പോലെ എല്ലാം ഷൂട്ട് ചെയ്യും. ഞങ്ങളുടെ ഈ ഫോണിൽ ഉപയോഗിക്കുന്ന ക്യാമറയല്ലേ, അതുകൊണ്ട് നമുക്ക് എത്രമാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പറ്റുന്ന അത്രയും ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. പിന്നെ മാലി വിശേഷം കാണാം. ഞങ്ങൾ അതിനുശേഷം അവിടെ നിന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഒരു ബോറടിയും തോന്നില്ല, കാരണം അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ നോക്കി. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് കേട്ടോ പോവേണ്ടത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് ആണോ എന്ന് അറിയത്തില്ല, ഇതിലാണ് പോവേണ്ടത്. അപ്പോൾ അതിനുശേഷം പിന്നെ പോയിട്ട് എന്തൊക്കെ ഇങ്ങനെ സ്നാക്സൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വാങ്ങി. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ട് ഭയങ്കര റേറ്റാണ്. പുറത്ത് എനിക്ക് തോന്നുന്നു കുറച്ചൊരു 10-50 രൂപയ്ക്ക് കിട്ടുന്നതൊക്കെ ഇവിടെ ഒരു 200-250 രൂപ. എന്ത് സാധനം വാങ്ങിയാൽ അങ്ങനെയാണ്. കുഞ്ഞ് ചായ കുടിച്ചാലും 150 രൂപയാകും. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞങ്ങൾക്ക് തംസപ്പ് ആണ് കേട്ടോ മേടിച്ചിട്ട് വന്ന്. വിലയൊക്കെ കേട്ട് ഞെട്ടിപ്പോൾ എന്തെങ്കിലും, എന്നാലും വന്നതല്ലേ. പിന്നെ ഞങ്ങളതൊക്കെ കുടിച്ചിട്ട് വേറെ ഒന്നും അങ്ങനെയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്തോന്ന് ചെയ്തു, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടന്നു. എന്നാലും അപ്പോൾ തന്നെ നമ്മുടെ സമയം, ഞങ്ങളിതൊക്കെ വെള്ളമെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ജസ്റ്റ് ആ ഒരു നിന്ന് അങ്ങോട്ട് നിന്നപ്പോൾ തന്നെ നമുക്കത് ഫ്ലൈറ്റിനുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങളത് പിന്നെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം ചിലപ്പോൾ വീഡിയോസിനൊക്കെ റേഷ്യോ ഡിഫറൻസൊക്കെ വരാറുണ്ട്. അത് ഞങ്ങൾ യൂട്യൂബ് വീഡിയോസിനല്ലാതെ ഷൂട്ട് ചെയ്ത വീഡിയോസിനാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത്. എന്താ, ഞങ്ങളിതാ ഇങ്ങനെ ഫ്ലൈറ്റിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ഫ്ലൈറ്റിനൊരു കണക്ഷൻ, ഒരു പാത്ത് വേ ഉണ്ട്. ആ ഒരു കണക്ട് ചെയ്യുന്ന ആ പാത്ത് വേ കൂടെ നടന്നിട്ട് ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. പിന്നെ ഫ്ലൈറ്റിനകത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോ മൊത്തം അതായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളിതിപ്പോൾ മാൽദീവ്സിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു ബസ് വരും. ആ ബസ്സിൽ കയറിയിട്ടാണ് എയർപോർട്ടിലോട്ട് പോവേണ്ടത്. ബാക്കി നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറിയപ്പോഴും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അല്ലാതൊരു കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇതുണ്ട്. അതുവഴി നടന്നിട്ടാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ബസ് വെയിറ്റ് ചെയ്യും ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് ഞാൻ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സൺലൈറ്റ് അടിച്ചിട്ട് ഒന്നും ക്ലിയർ ആവുമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങി അതിൻ്റെ മാൽദീവ്സ് എന്നൊക്കെ എഴുതുന്നുള്ള സെറ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട്. പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു അവിടെ. ഇപ്പോൾ മാൽദീവ്സിലെ സീസൺ ടൈമാണ് ജാനുവരി എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു അത്യാവശ്യം വലിയ ക്യൂവിൽ തന്നെ നിൽക്കേണ്ടി വരാൻ കാരണം ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ ഞങ്ങൾക്കവിടെ കുറച്ച് വെരിഫിക്കേഷനും കാര്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡയറക്റ്റായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ആളോടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർ മാഫുഷി എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഞങ്ങൾ ഇറങ്ങിയോടെ തന്നെ കണ്ടു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒരു ഡിലേ അവിടെ വന്നിട്ടില്ല. പിന്നെ നമുക്കിനി അവരെ കോൺടാക്റ്റ് ചെയ്യണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇറങ്ങിയോടെ തന്നെ ഞങ്ങൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷം ഞങ്ങളിതാ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എനിക്കൊരു ഭയങ്കര രസമായിട്ട് തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഒരു ബോട്ടിലോട്ടാണ്. സാധാരണ ബസ്സിലോ കാറിലോ ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കയറാനായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ കാണുന്നത് കടലാണ്. ഭയങ്കര രസം തോന്നി. എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ബാക്കി എയർപോർട്ട് പോലെയൊന്നും അല്ലല്ലോ. അപ്പം ദായി പോകുന്ന ചേട്ടനായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആൾ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ കണ്ടത്. എന്തുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, രണ്ടുപേരും ഒരുപോലെ. കാരണം ഒരു പുതിയൊരു സ്ഥലം, അതുപോലെ തന്നെ എയർപോർട്ട് നിന്ന് ഇറങ്ങുന്നത് തന്നെ ഒരു കടലിൻ്റെ ഇതിലോട്ടായതുകൊണ്ട് അതൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പോകാനായിട്ടൊരു ഫെറി സർവീസാണ്, കാരണം അത് ബോട്ടാണ്, ഒരു സ്പീഡ് ബോട്ടാണ്. സ്പീഡ് ബോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐലൻഡിലോട്ട് എത്താൻ 30 to 45 minutes ആണ് അവർ പറയുന്നത്. ഞങ്ങൾക്കും ഏകദേശം അത്രയും സമയം ആയിട്ടുണ്ട്, 45 minutes ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെയാണ് നടന്നു വരണം കേട്ടോ. അത് വെള്ളം തന്നെ ആദ്യം അതിശയിപ്പിച്ചു. നല്ല ഡിഫറൻസ് ഉണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ കടലിൽ കളറൊന്നുമല്ലല്ലോ, അവിടുത്തെ വെള്ളത്തിന് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെ ഇതുപോലെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ബോട്ടിനായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബാഗ് വയ്ക്കുന്ന സ്ഥലമില്ലേ, ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ബാഗ്. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ വയ്ക്കാനായിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. അപ്പം ഈ ഒരു ബോട്ടിലുള്ളവർ തന്നെ ഭയങ്കര എന്ത് പറയുന്നത്, അവിടെ പോയിട്ട് അവിടെ സർവീസൊക്കെ ഭയങ്കര ഫെയർ, അല്ലെങ്കിൽ നല്ലൊരു ഇതായിരുന്നു. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്.
ഞങ്ങളുടെ ബാഗെല്ലാവരും വാങ്ങി അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇനി ഒരു ബോട്ടിലോട്ടാണ് കേട്ടോ, സ്പീഡ് ബോട്ടിലോട്ടാണ് പോവേണ്ടത്. അതിനകത്ത് കയറിയിട്ടുണ്ട്. സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ സ്പീഡ് ബോട്ട്. കാരണം ഞാൻ നാട്ടിൽ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അതിനേക്കാൾ ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ നല്ല പേടിയും നോക്കണം, അത്രയ്ക്കും സ്പീഡിലാണ് പോകുന്നത്. അതിൻ്റെ തിരിക്കുമ്പോൾ ഒരു നേരം പോലും സീറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. അത് സത്യമാണ് കേട്ടോ. ഞാൻ കിടന്നിട്ട് വിളിയും വേണമെന്നല്ല, അത്രയ്ക്ക് പേടി തോന്നി. ഇതിങ്ങനെ കിടന്നിട്ട് ഷേക്കായി അപ്പം വല്ലാതെ പേടി തോന്നും. എങ്ങനെയൊക്കെയോ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു 45 മിനിറ്റ് നോക്കുമ്പോൾ എന്തും ഭയങ്കര പേടി തരും. അതുപോലെ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇതവിടുത്തെ ഒരു സിറ്റി പ്ലേസ് ആണ്. ഇതിൽ നിറച്ച് ബിൽഡിങ്ങൊക്കെ. നമുക്ക് ഇനി പോകുന്നൊരു സ്ഥലം ഇങ്ങനത്തെ ഒരു പ്ലേസേ ആയിരിക്കത്തില്ല. ഇതൊരു സിറ്റി വ്യൂ ആണ്, നിറയെ ബിൽഡിങ്സൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാണ് കേട്ടോ. മഫുഷി ഐലൻഡിലോട്ട്, ആ ഒരു ഐലൻഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവിടെയോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ എത്തി ഹോട്ടലിലോട്ട് കയറുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അപ്പോഴും പറ്റിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയ ഉടൻ തന്നെ ഹോട്ടലിലെ ആൾക്കാർ ഞങ്ങൾ അടുത്തോട്ട് വരും. അപ്പോൾ അവർ ഞങ്ങളെ കൊണ്ടുപോകാൻ കേട്ടോ ഹോട്ടലിലോട്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം അവർ ഐലൻഡിലോട്ട് ഇറങ്ങി ഒരു ഇച്ചിരി ഒന്ന് നടന്നിച്ചിരുന്നു പറഞ്ഞ് കുറച്ചൊരു 10-200 മീറ്റർ ഒന്ന് നടക്കണം, എന്നാലും ഹോട്ടലിലോട്ട് എത്തും. അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് എത്തി കേട്ടോ. ഇത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ എന്ത് പറയാനാണ്, 305 ഞങ്ങളുടെ റൂം നമ്പർ. അപ്പോൾ ഹാപ്പി ഹണിമൂൺ എന്നൊക്കെ എഴുതി ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര ഇമ്പ്രസ് ആവും ഇതൊക്കെ കാണുമ്പോൾ തന്നെ. ഞങ്ങളുടെ സെക്കൻഡ് വെഡ്ഡിങ് ആൻഡ് ഞങ്ങളുടെ ആനിവേഴ്സറി ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങൾ 2ാമത്തെ വർഷം ഞങ്ങളിങ്ങനെ ഹണിമൂണിന് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ ഭയങ്കര രസമാണ്. എന്താ പറയാനാ, ഒരു വല്ലാത്ത ഇതാണ്. ഒരു ബെഡൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിനുശേഷം അവിടെ തന്നെ ഞങ്ങൾക്ക് കോഫിയൊക്കെ ഞങ്ങൾക്ക് ഇട്ട് കുടിക്കാനൊരു സൗകര്യം അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയപാടെ നേരെ എന്തോ ചെയ്യാൻ പിന്നെ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഒരു കണക്കിന് ഇരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ പിന്നെ കോഫിയെല്ലാം കുടിച്ച് ഒന്ന് ഫ്രഷായി ഏകദേശം ഒരു 6:30 ആയെന്ന് തോന്നുന്നു. ഞങ്ങൾ മാൽദീവ്സിൽ ഒരു ഈവനിങ് വൈബ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. കാറ്റെന്ന് പറഞ്ഞ ഒരു അമ്മാതിരി കാറ്റ് തന്നെ, ഭയങ്കര കാറ്റ്. പിന്നെ ലൈറ്റ് പോയി തുടങ്ങിയല്ലോ, അപ്പം അതുകൊണ്ട് വീഡിയോ ഒരിതുണ്ടായിരുന്നു. എന്ത് പറയാനാ, പിന്നെ ഈവനിങ് ആകുമ്പോൾ പക്ഷെ നമുക്ക് വീഡിയോനേക്കാൾ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് ആ ഒരു ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിൽ അത് അത്രമാത്രം ഒരിതല്ല, എന്നാൽ പോലും നല്ല രസമുണ്ട്. അപ്പോൾ ഈവനിങ്ങിലെ മാൽദീവ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഡേയും കൂടെയാണ്. അപ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. സോ ഞങ്ങൾ വളരെ അടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമേ. ഭയങ്കര കാറ്റാണ് കേട്ടോ. ഞാൻ കുറേ നേരം പോയി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്ന നേരത്തോട് കാറ്റ് ഒരു രക്ഷയിൽ. അതിനുശേഷം ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു പോയി 7:30 ഞങ്ങൾക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ അങ്ങോട്ട് പോയി തിരിച്ച് അതിനുശേഷം തന്നെ ഹോട്ടലിൽ പോയിട്ടുണ്ട്. ഞങ്ങളവിടെ റിസപ്ഷനിൽ ഇരിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ ക്യാൻഡിൽ ഡിന്നറിന് ടൈം ആവുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫോട്ടോസായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.